നെക്സ്റ്റ് നമ്മൾ സെമി കണ്ടക്ടേഴ്സിലൊരു ടോപ്പിക്കായ ഹോൾ എഫക്റ്റ് ഇൻ സെമി കണ്ടക്ടേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഹോൾ എഫക്റ്റ് ഇൻ സെമി കണ്ടക്ടർ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കണ്ടക്റ്റിംഗ് സ്ലാബ്, ഒരു കണ്ടക്റ്റിംഗ് ക്യൂബ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു കറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു കറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലോട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അതായത് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരു കണ്ടക്റ്റിംഗ് മീഡിയത്തിൽ കൂടി ഒരു കറൻറ്റ് ഫ്ലോ ചെയ്തു. അവിടേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചില ഡിസ്റ്റർബൻസസ് ഉണ്ടാകും. അതായത് കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ഫ്ലോയാണ്. ആ ഇലക്ട്രോണിൻ്റെ ഫ്ലോയെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത് ഡിസ്റ്റർബ് ചെയ്യിച്ച് കഴിയുമ്പോൾ അവിടെ കുറച്ച് ചേഞ്ച് വരും. ആ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ഒരു ഫിനോമിനയാണ് ഹോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടർ എടുത്തു, അതിൽ കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു, അതിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ അവിടെ വന്ന ഡിസ്റ്റർബൻസ് മൂലം ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ഹോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസിഡർ എ കണ്ടക്റ്റിംഗ് സ്ലാബ് കാരിങ് എ കറന്റ് ഡെൻസിറ്റി Jx ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ x. കൺസിഡർ എ കണ്ടക്റ്റിംഗ് സ്ലാബ് carrying a current ഡെൻസിറ്റി, carrying a current എന്ന് പറയുമ്പോൾ I വെച്ച് വരും, കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ Jx. എന്തുകൊണ്ടാണ് എക്സ് വന്നത്? പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ളതുകൊണ്ട്. കറണ്ട് ഡെൻസിറ്റി ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഫീൽഡ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് ഇൻ ദി നെഗറ്റീവ് എക്സ് ആക്സിസ് വിത്ത് എ വെലോസിറ്റി Vx. ഇനി നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിലോട്ട് അപ്ലൈ ചെയ്യുകയാണ്. ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് സ്ലാബിനും കറൻറ്റിനും പെർപെൻഡിക്കുലറായിട്ട് അപ്ലൈ ചെയ്യുന്നു. നൗ എ മാഗ്നറ്റിക് ഫീൽഡ് BZ is applied perpendicular to the slab and current in Z direction. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇൻ 1879 G. Hall observed that a Hall voltage is developed at a right angle to both current and magnetic field. In 1879, G. Hall observed that a Hall voltage is developed at right angle, അതായത് perpendicular to the current and magnetic field. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഒരു കണ്ടക്ടർ ഉണ്ട്, അതിൽ കറണ്ട് പോകുന്നുണ്ട്, അതിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് അപ്പോൾ ഒരു ഹോൾ വോൾട്ട് ഡെവലപ്പ് ചെയ്ത്, ഇത്രയും കാര്യം നമ്മളിവിടെ പറഞ്ഞോളൂ. ഇത്രയും പറഞ്ഞതിനെ ഒന്ന് വരച്ച് കാണിക്കാനായിട്ടാണെങ്കിൽ, ഒരു ഫിഗറിൽ കൂടി കാണിക്കാനാണെങ്കിൽ, ഒരു ക്യൂബ് എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്.
ഇതാണ് ഒരു കണ്ടക്ടറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ. അപ്പം ഇവിടെ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ഡയറക്ഷനാണ് കറണ്ട് പോകുന്നത്. കറണ്ട് ഡെൻസിറ്റി Jx, ഇവിടെ നെഗറ്റീവ് എക്സ്, അവിടെയാണ് ഇലക്ട്രോൺ ഫ്ലോ. ഇനി മേലോട്ട് ഇസഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കണ്ടക്ടറായിരുന്നു, അതിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തത്. അന്നേരം ജി ഹോൾ ഒബ്സർവ് ചെയ്ത് എന്താണ്, അവിടെ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലറായിട്ട്, അതായത് വൈ ഡയറക്ഷനിൽ ഒരു ഹോൾ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്തു. വി എച്ച് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വി എച്ച്, ഹോൾ ഫീൽഡാണ് ഇ എച്ച് എന്ന് പറയുന്നത്. ഇനി പ്രസൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത സമയത്ത് ഇലക്ട്രോൺസ് വെറുതെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അപ്പോൾ ഹോൾ വോൾട്ടേജും ഇല്ലായിരുന്നു. ഇനി ഇൻ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് എ ലോറൻസ് ഫോഴ്സ് ഈസ് ക്രിയേറ്റഡ് ഇൻസൈഡ് ദ സ്ലാബ്. It deflects the normal path of electron towards the face of the slab. Thus an opposite charge is developed at the other face. അതായത് നോർമലി ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഈ പാത്ത് ഡീവിയേറ്റ് ചെയ്ത് ഒരു സൈഡിൽ കൂടിയാകും. അതായത് നോർമൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങനെയായിരുന്നു നോർമൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നടന്നിട്ടുണ്ടായിരുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇലക്ട്രോൺസിൻ്റെ പാത്ത് ഡിഫ്ലക്റ്റ് ചെയ്യും, ഫീൽഡിൻ്റെ പാത്തിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പുറത്ത് ഹോൾസ് വരും. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ദ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ്സ് എ ലോറൻസ് ഫോഴ്സ് FL inside the slab and it deflect the path of electron towards front face, and it deflect the path of electron towards the front face of the slab. Thus an opposite charge is developed at the other face. Thus an opposite charge is developed at the other face. അപ്പോൾ presence of magnetic field creates a Lorentz force inside the slab and it deflects the electrons towards one face of the slab. Thus an opposite charge is developed at the other face. The Lorentz force produced due to magnetic field is given by the Lorentz force produced due to magnetic field applied is FL is equal to QV cross B. അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇവിടെ Q എന്ന് പറയുന്നത് മൈനസ് ഇ, വി എന്ന് പറയുന്നത് വി എക്സ് ക്രോസ് ബി ഇസഡ്. ഇവിടെ വി എക്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ബി ഇസഡ്. അങ്ങനെ വരുമ്പോൾ വി ക്രോസ് ബി എന്ന് പറയുന്നത് വി ബി ആയിട്ട് മാറും. മൈനസ് ഇ വി എക്സ് ബി. ഇനി ദി ഓപ്പോസിറ്റ് ചാർജ്, രണ്ട് സൈഡിലും രണ്ട് ഓപ്പോസിറ്റ് ചാർജസ്, ഒരു സൈഡ് ഇലക്ട്രോൺസ് ഒരു സൈഡ് ഹോൾസ് ആണ് ഇപ്പോൾ പ്രസൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ദ ഓപ്പോസിറ്റ് ചാർജസ്
on either side produces an electric field called Hall field directed towards the y direction. An opposite charge on either side produces an electric field called Hall field in y direction. The opposite charge on either side produces an electric field called Hall field in y direction. Thus, a force is developed. Called the Hall field. Hall force FH. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമായിരുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു സൈഡിലോട്ട് ഇലക്ട്രോൺസ് മാറി, അപ്പുറത്തെ സൈഡിൽ ഹോൾസ് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേനും അവിടെ ഒരു ഹോൾ ഫീൽഡ് ക്രിയേറ്റായി, വൈ ഡയറക്ഷനിലൊരു ഫീൽഡ് ക്രിയേറ്റായി. ആ ഫീൽഡ് മൂലമുള്ള ഫോഴ്സിനെയാണ്, അല്ലെ ആ ഫീൽഡ് കോസ് ചെയ്യാൻ കാരണമാകുന്ന ഫോഴ്സിനെയാണ് ഹോൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടേംസ് വന്ന് ഹോൾ ഫീൽഡ് എന്ന് പറയുന്നത് EH, ഹോൾ ഫീൽഡും ഹോൾ വോൾട്ടേജ് VH, ഹോൾ ഫോഴ്സ് FH. ഇനി ഇവിടെ ഈ ലോറൻസ് ഫോഴ്സ് ഈ കണ്ടക്ടറിനകത്ത് ക്രിയേറ്റ് ആകുന്നുണ്ടല്ലോ. അപ്പോൾ ലോറൻസ് ഫോഴ്സ് കാരണം ഇതിലെ ഇലക്ട്രോൺസിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വരും. അതായത് ഒരു സൈഡിലോട്ട് ഈ ഇലക്ട്രോൺസിന് ഒരു മൂവ്മെൻറ്റ് വരും. നമ്മൾ ഈ ക്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസിന് ലോറൻസ് ഫീൽഡ് കാരണം, അതായത് ലോറൻസ് ഫോഴ്സ് കാരണം ഇലക്ട്രോൺസ് ഒരു സൈഡിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. ഹോൾ ഫീൽഡ് കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇലക്ട്രോൺസും ഹോൾസും അതിൻ്റെ സ്പിന്നും ഓപ്പോസിറ്റ് ആയിരിക്കും. ദ ഡിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഡ്യൂ ടു ലോറൻസ് ഫോഴ്സ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ഡിഫ്ലക്ഷൻ ഓഫ് ഹോൾസ് by Hall force. The deflection of electrons due to Lorentz force is in opposite direction. Opposite direction to deflection of holes, deflection of holes by Hall force. അപ്പോൾ രണ്ട് ഫോഴ്സ്, ലോറൻസ് ഫോഴ്സും ഹോൾ ഫോഴ്സും ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇലക്ട്രോൺസിനെ ഹോൾസിനെ ഡിഫ്ലക്റ്റ് ചെയ്യിക്കും. ദിസ് ഹാപ്പൻസ് അണ്ടിൽ ഈച്ച് ഫോഴ്സ് ഈസ് ക്യാൻസൽഡ് ഔട്ട്. ഈ രണ്ട് ഫോഴ്സും ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഡിസ്റ്റർബൻസ് വരുന്നത്. അതായത് നോർമലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കണ്ടക്ടറിലോട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോഴാണ് ഈ ഒരു പുള്ള്, ഓപ്പോസിറ്റ് ചാർജസിൻ്റെ ഒരു പുള്ള് വന്നത്. അത് എത്ര വരെ ആ പുള്ള് സംഭവിക്കും? ഇത് രണ്ടും ക്യാൻസൽ ആകുന്നവരെ, അത് രണ്ട് ഫോഴ്സും തമ്മിൽ ക്യാൻസൽ ഔട്ട് ആകുന്നവരെ ഈ ഒരു ഡിസ്റ്റർബൻസ് സംഭവിക്കും. ദിസ് ഹാപ്പൻസ് അണ്ടിൽ ലോറൻസ് ഫോഴ്സ് ഈസ് ക്യാൻസൽഡ് ബൈ ദി ഹോൾ ഫോഴ്സ്. ദിസ് ഹാപ്പൻസ് until the Lorentz force is cancelled by Hall force. അതായത് FH is equal to FL. FH എന്ന് പറയുന്നത് QE, അതായത് Q ഇൻറ്റു ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ Q എന്ന് പറയുന്നത് E ആണ്, ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് EH, ഹോൾ ഫോഴ്സിൻ്റെ കേസിൽ. ഇതെന്ന് പറയുന്നത് FL നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ, E - EV
ബി. ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിലും ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേംസിലുമാണ് ഇക്വേഷൻസ് വരുന്നത്. അപ്പോൾ ഇയും ഇവിടെ കട്ടായി പോകും. അപ്പോൾ ഇ എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ബി സെഡ്. ഇവിടെ നമുക്ക് വി എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കറണ്ട് ഡെൻസിറ്റി എടുക്കാം. കറണ്ട് ഡെൻസിറ്റി ജെയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ഇ ബി ആണ്. ദ കറണ്ട് ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ കറണ്ട് ഡെൻസിറ്റി ജെ എക്സ് ഈസ് ഈക്വൽ ടു എൻ ഇ വി എക്സ്. അപ്പോൾ അവിടുന്ന് വി എക്സ് എന്ന് പറയുന്നത് 1/NE. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വി എക്സിന് പകരം 1/NE ബി സെഡ്. ഇവിടെ ജെ എക്സ് ഉണ്ട്. വി എക്സ് എടുത്തു കഴിഞ്ഞാൽ 1/NE ജെ എക്സ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ജെ എക്സ് ബി സെഡ് ഇത്രയും വരും. Thus Hall field is proportional to magnetic field and current density. Thus Hall field EH is proportional to current density Jx and magnetic field. ബി സെറ്റ്. ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഈസ് RH ഈസ് ഈക്വൽ ടു മൈനസ് 1/NE. ഇതാണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയുടെ പേരാണ് ഹോൾ കോഎഫിഷ്യൻറ്റ്. RH ഈസ് ദി ഹോൾ കോഎഫിഷ്യൻറ്റ്. ഇത് ഈ ഇക്വേഷൻ വരുന്നത് മൈനസ് 1/NE എവിടെയാണ് വരുന്നത്? എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനാണ്. ഇത് പി ടൈപ്പിനാണെങ്കിൽ 1/PE എന്ന് വരും. അല്ല, 1/NP. ഇവിടെ ഇ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ ചാർജ്, പി എന്ന് പറയുമ്പോൾ ഹോൾസിൻ്റെ ചാർജ്, അല്ലെങ്കിൽ 1/NE എന്ന് തന്നെ പറയാം, ചാർജ് സെയിം ആയതുകൊണ്ട്. ഇവിടെ ഹോൾ കോഎഫിഷ്യൻറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ്. The sign indicates the nature of charge carriers predominant in a conduction process. If RH is negative, then the predominant charge carriers are negative. അപ്പോൾ ഇവിടെ RH is the whole coefficient. RH is inversely proportional to density of charge carriers N. RH is inversely proportional to density of charge carriers. പിന്നെ sign indicates the nature of charge carriers predominant in conduction process. The sign indicate nature of charge carriers predominant. Conduction process. If RH is negative, the charge carriers are electrons. And vice versa.
അപ്പോൾ RH എന്ന് പറയുന്നത് 1/n ചാർജ് ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷണലാണ്. ഇവിടെ സൈനാണ് ഏത് ചാർജ് കാരിയേഴ്സാണ് ഉള്ളതെന്ന് കാണിക്കുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോൺസ്, പോസിറ്റീവ് ആണെങ്കിൽ 1/+NP എന്ന് വന്നു കഴിഞ്ഞാൽ അത് P ടൈപ്പിനാണ്. അപ്പോൾ സൈൻ ചാർജ് കാരിയേഴ്സിനെ കാണിക്കും, RH നെഗറ്റീവ് ആണെങ്കിൽ അത് ഇലക്ട്രോൺസിനെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻസ് ഓഫ് ഹോൾ എഫക്റ്റ്. The measure of Hall voltage gives the measure of Hall voltage helps for ഒന്നാമത്തേന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ N ടൈപ്പ് ആണോ P ടൈപ്പ് ആണോ എന്ന് ഹോൾ വോൾട്ടേജ് മെഷർ ചെയ്ത് RH കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഡിറ്റർമിനേഷൻ ഓഫ് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ. ഒന്ന് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ, അതായത് RH നെഗറ്റീവ് ആണെങ്കിൽ അത് N ടൈപ്പ്, RH പോസിറ്റീവ് ആണെങ്കിൽ അത് P ടൈപ്പ്. അപ്പോൾ അതാണ് ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് കാരിയർ കോൺസെൻട്രേഷൻ. ഡിറ്റർമിനേഷൻ ഓഫ് കാരിയർ കോൺസെൻട്രേഷൻ, അതായത് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് N എന്ന് പറയുന്നത് -1/ERH എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് കരിയർ കോൺസെൻട്രേഷൻ കിട്ടും. അത് രണ്ടാമത്തെ യൂസ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് മൊബിലിറ്റി. മൊബിലിറ്റി എന്ന് പറയുന്നത് μN ആണ്. നമുക്ക് ഉള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ =NE/μN. ഇതാണ് നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അവിടുന്ന് μN എന്ന് പറയുന്നത് σ/NE. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. അപ്പോൾ അതും ഇലക്ട്രോൺ ചാർജ് നമുക്കറിയാം 1.6 × 10⁻⁻⁹. പിന്നെ RH ഹോൾ കോഎഫിഷ്യൻറ്റും തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മൊബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ N എന്ന് പറയുന്നത് നമുക്ക് N എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുന്നത് -1/ERH. അപ്പോൾ ഇവിടെ സിഗ്മ തന്നെ E നമുക്കറിയാം, RH തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് N കണ്ടുപിടിക്കാം, N-ന്ന് μ കണ്ടുപിടിക്കാം. ഇനി നാലാമത്തെ യൂസ് എന്ന് പറയുന്നത് മെഷർ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതായത് മെഷർ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് IX എന്ന് പറയുന്ന ഒരു കറൻറ്റും VX എന്ന് പറയുന്ന ഒരു വോൾട്ടേജും ഉണ്ടെന്നുണ്ടെങ്കിൽ ദ ഹാൾ വോൾട്ടേജ് Vx is proportional to B. അതായത് മെഷർ ഓഫ് V gives B. ഇവിടുത്തെ കോൺസ്റ്റൻ്റ് കൂടി നമുക്ക് കിട്ടിയാൽ മതിയല്ലോ. മെഷർ ഓഫ് V gives P. അഞ്ചാമത്തെ എന്ന് പറയുന്നത് മെഷർ ഓഫ് പവർ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് മെഷർ ഓഫ് പവർ ഇൻ EM വേവ്സ്. അടുത്തെന്ന് പറയുന്നത് മെഷർ ഓഫ് ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയേഴ്സ്. മെഷർ ഓഫ് ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയേഴ്സ്. ഇത്രയാണ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പം
ഹോൾ എഫക്റ്റിൽ ടോട്ടലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കണ്ടക്റ്റിംഗ് സ്ലാബിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ നോർമൽ കണ്ടക്ഷൻ, ഇലക്ട്രോൺ കണ്ടക്ഷൻ എക്സ് ഡയറക്ഷനിലായിരുന്നു. അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ തൊട്ടാണ് പ്രശ്നങ്ങൾ വന്നത്. ജി ഹോൾ ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോൺസ് രണ്ട് സൈഡിലോട്ട്, ഒരു സൈഡിലോട്ടും ഹോൾസ് മറ്റേ സൈഡിലോട്ടും ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഹോൾ ഫോഴ്സ് ക്രിയേറ്റ് ആകും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഡിസ്പ്ലേസ് ആകുന്ന എന്തുകൊണ്ടാണ്? ലോറൻസ് ഫോഴ്സ് ഉള്ളതുകൊണ്ട്. ലോറൻസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് -EV/B വരും. ഹോൾ ഫോഴ്സ് എന്ന് പറയുന്നത് EH ആണ്. അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്യും. അപ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ EHൻ്റെ ഇക്വേഷൻ കിട്ടും. അവിടെ ഡെൻസിറ്റിന്ന് നമ്മൾ Vക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ഹോൾ ഫീൽഡ് എന്ന് പറയുന്നത് -1/NeJ/B എന്ന് കിട്ടും. ഇവിടെ -1/Ne ആണ് RH എന്ന് പറയുന്നത്. RH എന്ന് പറയുന്നത് ഹോൾ കോഎഫിഷ്യൻ്റ് ആണ്. അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ അത് N ടൈപ്പ് ആയിരിക്കും. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് P ടൈപ്പ് ആയിരിക്കും. ഇനി ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് ടൈപ്പ്, നേരത്തെ പറഞ്ഞുള്ള ടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. രണ്ട്, കരിയർ കോൺസെൻട്രേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന് N എന്ന് പറയുന്നത് -1/Ne കിട്ടും. പിന്നെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് Neμ ആണ്. അപ്പോൾ μ എന്ന് പറയുന്നത് σ/Ne വരും. പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്, വോൾട്ടേജ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിന് പ്രൊപ്പോർഷണലാണ്. മെഷർ ഓഫ്, പിന്നെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പവർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഹോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്ത കാര്യം എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പിന്നെ ലോറൻസ് ഫോഴ്സ് ഡെവലപ്പ് ആകുന്ന കാര്യം പറയണം. FL എന്ന് പറയുന്നത് EVB ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് QVB ആണ്. -EVXB എന്ന് കിട്ടും FL. എന്നിട്ട് FH FL കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ന് പറയുന്നത് EH എന്ന് പറയുന്നത് -EVXB എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ EH എന്ന് പറയുന്നത് J എന്ന് പറയുന്നത് NeV ആയിരുന്നു. അപ്പോൾ VX എന്ന് പറയുന്നത് JX/Ne വരും. അപ്പോൾ -1/Ne JX/BZ. ഇതാണ് ഹോൾ ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ഇവിടെ RH എന്ന് പറയുന്നതാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് -1/Ne. ഇതാണ് N ടൈപ്പിൻ്റെത്. RH = 1/NP. ഇതാണ് P ടൈപ്പിൻ്റെത്. ഇത്രയാണ് ഹോൾ എഫക്റ്റിൽ ഷോർട്ടായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻസും പറയാം.